വീഡിയോയിൽ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയുടെ വ്ളാഡിമിർ പുടിനുമായിട്ട് ട്രംപ് ഫോണിൽ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം ഉക്രൈനിലെ സെലൻസ്കിയുമായിട്ടും ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ഫോൺ കോൺവെർസേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് രണ്ടുപേർക്കും 4 റിക്വസ്റ്റുകളാണ് ഉള്ളത്. മൊത്തം 8 പോയിന്റുകളാണ് കേട്ടോ. 8 പോയിന്റുകളാണ്. ഇതൊരു സീസ് ഫയറിലേക്ക് പോകുന്ന, അതായത് ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം ഇതിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, ക്രിട്ടിക്കലാണ്. പക്ഷെ എന്തായാലും ഞാനൊരു 2 രാജ്യങ്ങളുടെയും സെലൻസ്കിയുടെയും പുടിന്റെയും ആവശ്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഇത് അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വിഷയം എന്താണെന്നുള്ളത് പറഞ്ഞേക്കാം. ഇങ്ങനൊരു ഇന്നലെ പുടിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ട്രംപ് തന്നെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പോയിന്റുകൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 99% വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഡേറ്റ ആണ്. സെലൻസ്കിയുടെ റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാല്, റിക്വസ്റ്റ് നമ്പർ 1, ട്രംപിന്റെ മീറ്റിംഗ് ആദ്യം എന്റെ അടുത്തായിരിക്കണം. അതായത് പുടിനെ കണ്ടിട്ട് സെലൻസ്കിയെ കാണാൻ പാടില്ല. സെലൻസ്കിയുടെ അടുത്ത് സംസാരിച്ചിട്ട് അയാൾക്ക് എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ കേട്ടിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം നെഗോസിയേഷനിലോട്ട് പോവാൻ. ആരുടെ അടുത്ത്? പുടിന്റെ അടുത്ത്. ഫസ്റ്റ് മീറ്റ് സെലൻസ്കി, ദെൻ പുടിൻ. അതാണ് ഉക്രൈന്റെ ഭാഗത്തുള്ള ഫസ്റ്റ് റിക്വസ്റ്റ്. അടുത്ത രണ്ടാമത്തെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാല്, ഞങ്ങളുടെ രാജ്യം മൊത്തം ഈ യുദ്ധം കൊണ്ട് മൊത്തത്തിൽ തവിടുപൊടിയായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഉക്രൈനിൽ നിന്ന് എന്തൊക്കെ സോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, അതായത് നാച്ചുറൽ റെയർ എർത്ത് മെറ്റൽ, റെയർ എർത്ത് മിനറൽസ് എന്നൊക്കെ പറയുന്ന ആ സാധനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതെല്ലാം നിങ്ങൾ എടുത്തോ. യു എസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങൾക്ക് എടുത്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് പകരം എന്റെ രാജ്യത്തിന് റീബിൽഡ് ചെയ്തു തരണം, റീകൺസ്ട്രക്ഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടാമത്തെ റിക്വസ്റ്റ്. പിന്നെ മൂന്നാമത്, ഈ നാറ്റോയിലൊക്കെ റഷ്യ ഞങ്ങളെ ചേരാൻ അനുവദിക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധം കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റഷ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഇതര രാജ്യങ്ങളായിക്കോട്ടെ, ഇവരെയൊക്കെ കൗണ്ടർ ചെയ്യാൻ പാകത്തിന് ഞങ്ങളെ ഒരു ന്യൂക്ലിയർ രാജ്യമായിട്ട് മാറ്റുക. ഏത്? ന്യൂക്ലിയർ വെപ്പൺ അവിടെ സപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് മൂന്നാമത്തെ റിക്വസ്റ്റ്. നാലാമത്, 100% ഉക്രൈന്റെ സെക്യൂരിറ്റി USA ഏറ്റെടുക്കണം. ഇതാണ് നാലാമത്. അതായത് നാറ്റോ വരുമെന്നുള്ള വിശ്വാസം നമുക്കില്ല. ഇപ്പൊ നിങ്ങൾ കാണിച്ചതുപോലുള്ള പരിപാടികളൊന്നും കാണിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ മറ്റുള്ളവരുടെ വാക്കും കേട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറല്ല. ഇനി പൂർണ്ണമായിട്ടും ഉക്രൈന്റെ ഒരു സുരക്ഷിതത്വം അത് USA ഏറ്റെടുക്കണം എന്നാണ് നാലാമത്തെ റിക്വസ്റ്റ്. ഈ 4 മേജർ റിക്വസ്റ്റ് ആണ് സെലൻസ്കി ട്രംപിന്റെ അടുത്ത് പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതർ സൈഡ്, റഷ്യയുടെ സൈഡിൽ നോക്കാം. പുടിന് നീ എന്റെ അടുത്ത് സംസാരിക്കൂ, അവന്റെ അടുത്ത് സംസാരിക്കൂ, ഇങ്ങനത്തെ റിക്വസ്റ്റ് ഒന്നുമില്ല. പുടിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ടൈം നെഗോഷിയേഷൻ, അത്രേ ഉള്ളൂ. ഓൾറെഡി തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് സെലൻസ്കി എടുത്ത് സംസാരിച്ച് അതിനൊത്ത രീതിയിൽ വളഞ്ഞും തിരിഞ്ഞു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് വേണേലും സംസാരിച്ചോ, പക്ഷേ ഞാനുമായിട്ടുള്ള മീറ്റിംഗ് സ്ട്രൈറ്റ് ഫോർവേഡ്, അത് 1-on-1 ആയിരിക്കും എന്നുള്ള രീതിയിൽ പുടിൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. പുടിൻ ആദ്യമേ വെച്ചിരിക്കുന്ന റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, അവരൊരു കമാൻഡ് മോഡിലാണ് പുടിൻ എപ്പോഴും പറയുന്നത്. ഇതൊരു റിക്വസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, ആ രീതിയിലാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലാൻഡ്, ഉക്രൈന്റെ ലാൻഡ് എങ്ങനെയാണോ ക്രീമിയയെ ഞങ്ങൾ സ്വന്തമാക്കിയത്, അതുപോലെ ഇതുവരെ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉക്രൈൻ ലാൻഡ് മൊത്തം ഞങ്ങൾ അങ്ങ് എടുക്കും. അതിനൊരു ഒബ്ജക്ഷനും പാടില്ല. ഇത് ഒരു റിക്വസ്റ്റ്. രണ്ടാമത്തെ റിക്വസ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഈ രണ്ടാമത്തതും മൂന്നാമത്തെ റിക്വസ്റ്റ് സെയിം ആണ്. രണ്ടാമത്തെ റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാല്, ഉക്രൈനെ ഒരിക്കലും നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ല. ഇപ്പോഴെന്നല്ല, എപ്പോഴും, ഫോർ എവർ. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാറ്റോ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയിലെ ഈ നാറ്റോ പോസ്റ്റുകൾ, നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സെക്യൂരിറ്റി, നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഓഫീസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും റഷ്യയുടെ 7 അയലത്തുള്ള രാജ്യങ്ങളിൽ കൊണ്ട് സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് ഒരു റിക്വസ്റ്റ്. പുതിയതായിട്ടുള്ള ഓൾറെഡി ഉള്ള കാര്യങ്ങൾ അവിടെ പോട്ടെ, പുതിയതായിട്ട് ഒരു നാറ്റോ സെന്റർ പോലും റഷ്യയെ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ ആ രാജ്യങ്ങളെ ആക്രമിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നാലാമത്തെ പോയിന്റ് ആണ് മെയിൻ പോയിന്റ്. ഇത് വേറെ ഒന്നുമില്ല, നിങ്ങൾ നമ്മളുടെ മേളിൽ വെച്ചിരിക്കുന്ന സാങ്ഷൻസ്, റഷ്യയുടെ മേളിൽ വെച്ചിരിക്കുന്ന സാങ്ഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് എനി കണ്ടീഷൻസ്. അതായത് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ സാങ്ഷൻ എടുത്ത് മാറ്റാം, നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ രണ്ടാമത്തെ സാങ്ഷൻ എടുത്ത് മാറ്റാം, പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ മൂന്നാമത്തെ സാങ്ഷൻസ് എടുത്ത് മാറ്റാം. ആ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ വേണ്ട. ഒറ്റ ടൈം കംപ്ലീറ്റ് ഫുൾ ഓൾ സാങ്ഷൻസ് അഗെയിൻസ്റ്റ് റഷ്യ ടു ബി റിമൂവ്ഡ്. അതാണ് വൺ ടൈമിൽ. ഈ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബന്ദിമോചനം പോലത്തെ ആ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ അല്ല പുടിൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റഷ്യയുടെ നിലപാട് എന്തായിരുന്നോ ആ ഒരു സ്റ്റേറ്റസ് കോയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു റിക്വസ്റ്റുകളാണ് പുടിൻ വെച്ചിരിക്കുന്നത്. ഇനി നോക്കാം ട്രംപ് എന്ത് ഡിസിഷൻ ആണ് ഇതിനകത്ത് എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ ഇന്ത്യയിൽ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു എയർ ഷോ ആണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാനൊരു ന്യൂസ് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എയർ ഷോയിൽ ഒരുപാട് രാജ്യങ്ങൾ, 15ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ഓൺ മാനുഫാക്ചറിങ്, ഇൻഡിജീനിയസ് മാനുഫാക്ചറിങ്ങിലുള്ള ഒരുപാട് കാര്യങ്ങളിലോട്ട് താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം തന്നെയും ഇത് ഇന്ത്യയുടെ ഒരു ഡിസ്പ്ലേ,
അവിടെ വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് മാർക്കറ്റ്, ഈ ഒരു എക്സ്പോ ഇന്ത്യക്ക് ഡിഫൻസ് എക്സ്പോർട്ടിൽ നല്ല രീതിയിലൊരു ബൂസ്റ്റിംഗ് നൽകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. UK ഇന്ത്യയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതായത് ബൈലേറ്ററൽ ഡിസ്കഷൻ. ഇപ്പൊ ഒരുപാട് ബൈലേറ്ററൽ ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്, എഗ്രിമെന്റ് അല്ല. ഈ ബൈലേറ്ററൽ ഡിസ്കഷനിൽ UK താല്പര്യമുണ്ട് ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ, അത് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും പിനാക്ക മിസൈൽ മേടിക്കാനുള്ള ഒരു എഗ്രിമെന്റിൽ ഒപ്പിടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ഫ്രാൻസിൽ എത്തിയിട്ടുണ്ട്. ഫ്രാൻസ് വിസിറ്റ് പൂർത്തിയാക്കി US നേരിട്ട് പോകുന്നതായിരിക്കും. ട്രിപ്പാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വെൽക്കമിങ്, ഇമ്മാനുവൽ മാക്രോൺ നല്ല രീതിയിലുള്ള ഒരു വാം വെൽക്കം തന്നെ കൊടുത്ത് സ്വീകരിച്ചത്. അപ്പൊ എന്തായാലും പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഫ്രാൻസ് വിസിറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എയ്റോ 2025 എക്സിബിഷനിൽ പങ്കെടുക്കാൻ വന്ന ടാൻസാനിയ, അൾജീരിയ, സാംബിയ എന്ന് പറഞ്ഞ 3 രാജ്യങ്ങളുമായിട്ടും രാജ്നാഥ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഒരു ബൈലേറ്ററൽ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു എയ്റോ 2025 ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പ്രൈം മിനിസ്റ്റർ മോദി ഇത്തവണ US പോകുമ്പോഴത്തേക്കും ഐമാക്കിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, അതിനെക്കുറിച്ചുള്ള ഒരു ഫർദർ ഡിസ്കഷൻ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ പ്രൈം മിനിസ്റ്റർ ഇത്തവണത്തെ വിസിറ്റിൽ ഇലോൺ മസ്ക് എയിം ചെയ്യുന്നത് 2 വിഷയങ്ങളാണ്. അതിൽ നമ്പർ 1 ടെസ്ല ഇന്ത്യയിൽ എക്സ്പാൻഷൻ ചെയ്യുക എന്നുള്ളത് നമ്പർ 1. അടുത്തത് ISROയിൽ പാർട്ട്ണറായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ISROയിൽ നിന്ന് നിർണായകമായിട്ടുള്ള നീക്കം എലോൺ മസ്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇന്ത്യയെ എയറോസ്പേസ് മേഖലയിൽ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ അത് സഹായകരമാവും, ഗുണപരമാവും എന്നാണ് കരുതുന്നത്. എന്നാൽ എലോൺ മസ്ക് ഇതേപോലെ പലതവണ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടോ ടാക്സോ താരിഫോ എൻട്രി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് ഇത് അവസാനം ഒഴിവായി പോകുന്ന അവസ്ഥയാണ്. ഈ ടെസ്ല എക്സ്പാൻഷൻ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്യേണ്ടിയിരുന്നതാണ്. ഇന്ത്യയിൽ അതിന്റെ ഒരു പടിവാതിൽ വരെ എത്തിയിട്ടാണ് ഇലോൺ മസ്ക് പിൻവാങ്ങിയത്. എന്തായാലും ഇത്തവണയെങ്കിലും അത് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം ഈ ഒരു BYD എന്ന് പറഞ്ഞ ആ ഒരു കോമ്പറ്റീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഇലോൺ മസ്കിന്റെ ടെസ്ല ഇലക്ട്രിക് വാഹനത്തിന്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെ BYD പറയാം. BYD നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാച്ചപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കാനും അതുപോലെ ഗ്ലോബലി തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇലോൺ മസ്കിന് മാനുഫാക്ചറിങ് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചൈനയുടെ BYDയെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റുകൾ ഇറക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ മാർക്കറ്റ് അത്ര വലുതാണ്. ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ടെസ്ല ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് BYDയെ മാർക്കറ്റിൽ കുറച്ചെങ്കിലും ടഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് എലോൺ മസ്ക് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത്. മാർച്ച് 2025 ഇന്ത്യ ഒരു നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രോപെക്സ് 2025 ഇതാണ്, അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. 65 നേവൽ ഷിപ്സ് ഇതിനകത്ത് പങ്കെടുക്കും, 9 സബ്മറൈൻസ് ഇതിനകത്ത് പങ്കെടുക്കും, അതുപോലെ തന്നെ 80 എയർക്രാഫ്റ്റുകൾ. അപ്പൊ ഇത്രയും സംവിധാനങ്ങൾ ചേർത്തുകൊണ്ട് ഇന്ത്യൻ ഓഷനിലാണ് ഈ ഒരു ട്രോപെക്സ് 2025 സംഘടിപ്പിക്കാനിരിക്കുന്നത്. ഇത് മാർച്ച് 2025 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, നെക്സ്റ്റ് മന്ത്. ഇന്ത്യൻ ഓഷൻ മേഖലയിൽ പാകിസ്ഥാൻ, ചൈന അവരൊക്കെ കുറച്ച് ഇപ്പം അഗ്രസീവായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അവരെ ചേർക്കാനും അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാനും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷൻ മേഖലയിൽ ഇന്ത്യയുടെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രില്ല് നടത്തുന്നത്. പിന്നെ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. അതിരൂക്ഷമായ രീതിയിലാണ് അവിടെ തീവ്രവാദികളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗാസയ്ക്ക് ഉള്ളിൽ നിന്നും ഈ പേഷ്യൻസിനെ വെളിയിൽ കൊണ്ടുപോകുന്നതിനെ ചൊല്ലിയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ ഉണ്ട് അവിടെ. അതിനെ ചൊല്ലി പാലസ്തീൻ അതോറിറ്റി ഒന്ന് കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്. അതായത് ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സഹായകരമാവണം എന്നുള്ള രീതിയിലൊക്കെ. അതിനിപ്പോ ഇസ്രായേൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇവർക്ക് വേണമെങ്കിൽ ഇവർ കൊണ്ടുപോകാം. കാരണം ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അവിടെ റഫാ ഗേറ്റിലൊക്കെ ഉള്ളത്. പിന്നെ എന്തിനാണ് ഇവർ ഇസ്രായേലിനെ പറയുന്നത്? ഏതിനും ഇസ്രായേലിനെ പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ അവസാനം ഒരു ന്യൂസ്, ആയത്തുൽ ഖമേനി ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്. ഹമാസിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെല്ലിംഗ് പീപ്പിൾ ഫ്രം ദെയർ ഓൺ ലാൻഡ് ഇറ്റ്സ് റോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ഹമാസിന് നല്ല രീതിയിലുള്ള എരിതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഖമേനി. അതിന്റെ ഒരു റിസൾട്ടാണ് ഹമാസ് ഇപ്പൊ ഈ ഒരു സീസ് ഫയർ ഡീല് കൊലാപ്സ് ചെയ്തിരിക്കുന്നത്. ഖമേനി വീണ്ടും എങ്ങനെയെങ്കിലും ഈ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള നിലയിൽ വളരെ ശക്തിയായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇത് അത്രത്തോളം ശക്തി ആർജിച്ച് മുന്നോട്ട് പോകത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ആക്സിസ് ഇല്ല എന്നുള്ളതാണ് പുള്ളി റിയലൈസ് ചെയ്യേണ്ടത്. അത് മറന്നിട്ടാണ് പുള്ളി കുറെ നാൾ സ്വപ്നലോകത്തായിരുന്നെന്ന് തോന്നുന്നു. കാരണം പുള്ളിയുടെ ഈ ഒരു ആക്സിസിന്റെ സ്വപ്നമാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ വിചാരത്തിൽ ഇപ്പോഴും സിറിയയില് അസാദ് തന്നെയാണ് ഭരിക്കുന്നതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം ആൾക്ക്. എന്നാൽ മാത്രമേ ഖമേനിയുടെ തീരുമാനത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും
സമഗ്രമായ കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.